കൈരളിയുടെ എല്ലാ പ്രേക്ഷകർക്കും ജീവിതം സാക്ഷിയിലേക്ക് സ്വാഗതം. ഭാര്യയായാലും ഭർത്താവായാലും ഇനി അച്ഛനും അമ്മയായിക്കോട്ടെ അല്ലെങ്കിൽ മക്കളായിക്കോട്ടെ, ആരോഗ്യമുള്ള കാലത്തോളം ഭാഗ്യം. ഒന്ന് വീണു പോയാൽ, എന്തെങ്കിലും ഒരു ശാരീരികമായ വൈകല്യം അല്ലെങ്കിൽ മാനസികമായ ഒരു അസുഖം വന്നു പോയാൽ പിന്നെ അവരെ ശ്രദ്ധിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വളരെ വിരളമായിട്ടേ കാണുന്നുള്ളൂ. ഇവിടെ ഇന്ന് പരാതിക്കാരനായിട്ട് എത്തിയിരിക്കുന്നത് പാങ്ങോട്ട് കോണത്ത് നിന്നും പോൾരാജാണ്. അദ്ദേഹത്തിൻ്റെ ആവശ്യം 3 മക്കളും ഭാര്യയും തൻ്റെ ഒപ്പം വന്ന് താമസിക്കണം എന്ന് വെച്ചാൽ മറ്റൊരു പുരുഷൻ്റെ കൂടെ അവരിപ്പോൾ താമസിക്കുന്നു. ആയുസ് മുഴുവൻ അവർക്ക് വേണ്ടി കഷ്ടപ്പെടുകയും ഒക്കെ ചെയ്തൊരു മനുഷ്യനാണ്. ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ 2 കാലുകളും ഭാഗികമായി തളർന്നുപോയി. ഇപ്പോൾ കുടുംബം അദ്ദേഹത്തെ സംരക്ഷിക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. ആ പരാതിയുമായിട്ടാണ് ഞങ്ങളെ അദ്ദേഹം സമീപിച്ചിരിക്കുന്നത്. അദ്ദേഹത്തെ നമുക്ക് വിളിക്കാം. അതിനു മുൻപ് ബഹുമാനപ്പെട്ട ജഡ്ജിംഗ് പാനലിനെ പരിചയപ്പെടാം. റിട്ടയർഡ് ജഡ്ജ് ശ്രീ KV സച്ചിദാനന്ദൻ, അഡ്വക്കേറ്റ് മെമ്പർ ശ്രീമതി ജ്യോതി ശർമ്മ, കൗൺസിലർ ശ്രീമതി കലാഷിബു. അപ്പോൾ നമുക്ക് പൗൽരാജിനെ വിളിക്കാം. പൗൽരാജ്, വരൂ. പാങ്ങോട്ട് കോണത്ത് എവിടാ പ്രോപ്പറായിട്ട്? പാങ്ങോട്ടാണ് ജംഗ്ഷനിൽ തന്നെ, അതിൻ്റെ റോഡോടെ ചേർന്ന്. അതിന് ഒരു ഫ്രണ്ടിൽ ഒരു വീടുണ്ട്, 10 സെന്റ്, അതിന്റെ പുറകിലായിട്ട്. ഇപ്പൊ എവിടുന്നാ വരുന്നേ? ഞാൻ കാസർഗോഡ്. കാസർഗോഡ്. അവിടെ എങ്ങനെ എത്തി? ഞാൻ അവിടെ ആയിരുന്നു നേരത്തെ പണിതുകൊണ്ടിരുന്നത്. പണി ചെയ്തോണ്ടിരുന്നു. എന്തായിരുന്നു വർക്ക്? ഞാൻ നേരത്തെ മേശരി പണിയായിരുന്നു. മേശരി പണി. ആരൊക്കെയുണ്ട്? പിന്നെ പോൾരാജിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ അമ്മ ഉണ്ട്, 2 പെങ്ങന്മാരുണ്ട്, അനുജനുണ്ട്. പെങ്ങന്മാരൊക്കെ കല്യാണം കഴിച്ചു. അനുജൻ അമ്മയുടെ കൂടെ വീട്ടിലാണ്? ഇല്ല, അനുജനും കല്യാണം കഴിഞ്ഞ് 3 പിള്ളേരുണ്ട്. ഇപ്പൊ അനുജന് ഗൾഫിൽ പോയിരിക്കുക. 6 മാസം ഭാര്യയൊക്കെ ഞാൻ വീട്ടിലുണ്ട്, നാട്ടിൽ. അമ്മയുടെ കൂടെ താമസിക്കുന്നു. അത് അവര് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലാണ്. ഇവിടെ തമിഴ്നാട് എന്ന് പറഞ്ഞാൽ ഈ കുമാരവേലിന്റെ അടുത്ത് വില്ലുകുറി എന്ന് പറയുന്നത്. അവരെല്ലാം അവിടെയാണ് താമസിക്കുന്നത്. ഞാൻ മാത്രമേ ഇവിടെ വീട് വെച്ചുള്ളൂ. വീട് വെച്ചു. പക്ഷെ കാസർഗോഡ് ഇപ്പൊ ഒറ്റയ്ക്ക് ഭാര്യയും കുടുംബമൊന്നും ഇല്ലാതെയാണ്? ഞാൻ ഒറ്റയ്ക്ക് വാടക താമസിക്കുന്നത്. എപ്പോഴാ കല്യാണം? 89 ഒക്ടോബറിലായിട്ടാണ് നടന്നത്. വീട്ടുകാരൊക്കെ ആലോചിച്ചില്ല നടത്തി. അപ്പൊ 2 പേർക്കും ഇഷ്ടമായി. ഇത് പള്ളിയിൽ വെച്ച് കിട്ടിയതാണ്. ഭാര്യയുടെ പേര് പുഷ്പ. അവരെന്തെങ്കിലും വർക്ക് ചെയ്യുന്ന സ്ത്രീയാണോ? വർക്ക് നെയ്ത്തുണ്ടായിരുന്നു, നെയ്ത്തിന്റെ മെയിൻ ആളാണ്. കുടുംബം സന്തോഷമായിട്ട് ഞങ്ങൾ ഇഷ്ടം പോലെ നല്ല രീതിയിൽ തന്നെ കഴിഞ്ഞുകൊണ്ടിരുന്നത്. മക്കള് എത്ര പേരാ? മക്കള് 3 പെൺമക്കള്. 3 പെൺമക്കള്. ചിഞ്ചു, മഞ്ജു, അഞ്ചു. പോൾരാജ്, എപ്പോഴാണ് നിങ്ങളുടെ ജീവിതത്തിന് താളം തെറ്റിയത്? നിങ്ങൾ ഗൾഫിൽ പോയി കുറച്ചു കാലം വർക്ക് ചെയ്തിരുന്നു അല്ലേ? അത് 94 ഞാൻ സൗദി പോയതാ. സൗദി പോയത്. അവിടെ എത്ര വർഷം ഉണ്ടായിരുന്നു? അവിടെ ഒരു 2 വർഷം കഴിഞ്ഞ് ഞാൻ വെക്കേഷൻ വന്നു. വെക്കേഷൻ ഒരു 4 മാസം വെക്കേഷൻ ലീവ് എടുത്തിട്ട് വന്നത്. അന്നേരം എനിക്ക് വീടൊന്നും ഇല്ലായിരുന്നു. ഞാനത് സൗദി പോകുന്ന നേരത്ത് കാസർഗോഡ് നിന്ന് ഒരു 10 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു. അത് വിറ്റേച്ചാണ് ഞാൻ ഇങ്ങനെ സൗദി പോകുന്നത്, നാട്ടിൽ വന്നിട്ട്. അപ്പോൾ വൈഫ് പറഞ്ഞ് അങ്ങ് കാസർഗോഡൊക്കെ ദൂരമില്ലേ, അവിടെ താമസിക്കാൻ പറ്റില്ല, സ്വന്തം വീട് ഇവിടെ. അന്നേരം എനിക്ക് വീടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് അതായത് ചെറിയ ഒരു മാടം പോലെ വെച്ചിട്ട് പെട്ടെന്ന് എനിക്ക് പോകാൻ സമയം ബിസിനസ് റെഡിയായി. അപ്പോൾ അന്നേരം പെട്ടെന്ന് ഒരു ചെറിയൊരു മാടം പോലെയൊക്കെ വാങ്ങി പെട്ടെന്ന് ഒരു ഇതാക്കി ഒരു കട്ടിൽ വാങ്ങിച്ചു കൊടുത്തിട്ട് ഞാൻ പോയി. അപ്പോൾ ഈ കാസർഗോഡ് 10 സെന്റ് സ്ഥലം എന്ന് പറയുന്നത് അതിന് മുൻപ് നിങ്ങൾ അവിടെ അവിടെ വാങ്ങിച്ചിരുന്നത്. അപ്പോൾ എത്ര കുട്ടികളുണ്ടായിരുന്നു? ഇല്ല, മൂത്ത മോളും 2ാമത്തെ മോളും കാസർഗോഡ് പ്രസവിച്ച. അപ്പൊ കല്യാണം കഴിഞ്ഞ് നിങ്ങൾ അവിടെ? കല്യാണം കഴിഞ്ഞ 1 മാസത്തേന് ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ വാടകയായിരുന്നു ആദ്യം, പിന്നീടാണ് സ്ഥലം വാങ്ങിച്ചത്. അപ്പൊ ഗൾഫിൽ പോകുമ്പോ ഇവിടെ വീട് വെച്ചില്ല, ഒരു ചെറിയൊരു മാടം പോലെ വെച്ചിട്ട്. എന്നുവെച്ചാൽ വൈഫ് പറഞ്ഞ് ഇത് എൻ്റെ തറവാട്ടിൽ ഞാൻ താമസിക്കില്ല. അപ്പോൾ എനിക്ക് ഒരു 8 സെന്റ് അവിടെ വീതം തന്നായിരുന്നു വൈഫിൻ്റെ. അതിലൊരു ചെറിയ ഒരു ഇതുപോലെ. അപ്പോൾ 2 വർഷം കഴിഞ്ഞ പാടെ വർക്കല എന്ന് പറഞ്ഞൊരു എഞ്ചിനീയർ ഉണ്ടായിരുന്നു വെക്കേഷൻ വരാൻ വേണ്ടി. അപ്പോൾ 3 മാസമാണ് നമുക്ക് വെക്കേഷൻ കിട്ടുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് വീടോ സ്ഥലമോ ഒന്നുമില്ല, അപ്പോൾ എനിക്കൊരു ഇത് വാങ്ങണമെന്ന് പറഞ്ഞാൽ 1 മാസത്തെ വെക്കേഷൻ കൂടി ഈ വർക്കലുള്ള എഞ്ചിനീയർ എനിക്ക് വേണ്ടി വാങ്ങിച്ചു തന്നായിരുന്നു. 1 മാസത്തെ ലീവ് കൂടെ. നല്ല സ്ഥലം വാങ്ങിച്ച് വീട് വയ്ക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു 6 സെന്റ് സ്ഥലവും ഒരു പെട്ടെന്ന് ഒരു അടുക്കളയും ഒരു ഹാളും മൊത്തം തറ കെട്ടിയിട്ടിട്ട് ഒരു മുറിയും ഒരു അടുക്കളമാര് വാർത്തിട്ടിട്ട് ഞാൻ പിന്നെ വെക്കേഷൻ വന്നിട്ട് അത്രയും ലീവ് ഉണ്ടായിരുന്നു. ഞാൻ പിന്നെ പോയി.
പിന്നെ രണ്ടാമത് വന്നിട്ട് ഒരു രണ്ടാമത്തെ മോളെ പ്രസവിച്ചപ്പോൾ ഞാൻ തിരിച്ചു പോന്നു, ക്യാൻസൽ ചെയ്തിട്ട് പ്രസവം ചെയ്ത് പോന്നു. പോയിട്ട് പിന്നെ ഞാൻ കട്ടപ്പന ഭാഗത്ത് ചെന്ന് പണിയായിരുന്നു. പിന്നെ അവിടുത്തെ ക്ലൈമറ്റിൻ്റെ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ അവിടെ ഒരു ഇത് എനിക്ക് ട്രീറ്റ്മെൻറ്റൊക്കെ പോകില്ല, അസുഖം ഞാൻ. അപ്പോൾ അന്നേരം എനിക്ക് ആസ്മയുടെ ശ്വാസം മുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു പറഞ്ഞു, ഇവിടുത്തെ ക്ലൈമറ്റ് നിങ്ങൾക്ക് ശരിയാവില്ല, നിങ്ങൾ നാട്ടിൽ പോകുന്നതാണ് നല്ലത്. ആ സമയത്താണ് എനിക്ക് പെട്ടെന്ന് ഒരു നടുവേദന വന്ന്. അപ്പോൾ വൈഫ് പറഞ്ഞ് നമ്മുടെ അടുത്ത് ഒരു മാരായമുട്ടം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അരീപ്പുറം മാരായമുട്ടം. അവിടെ ഒരു വൈദ്യരുടെ അടുത്ത് പോയി. അന്നേരം അയാൾ കുറച്ച് മരുന്നൊക്കെ തന്നു. അന്നേരം ഒരു നേരം കിഴിയിട്ട് ഇങ്ങനെ മുതുകത്ത് കിഴിയിടുമായിരുന്നു. വൈഫ് തന്നെ കിഴിയിട്ട് തന്ന്. നല്ല എൻ്റെ വൈഫ് അതുപോലെ സഹകരിക്കുന്ന വൈഫിൻ്റെ കൈ കൊണ്ട് എന്നെ ഒരിക്കലും നോക്കിയില്ലെന്ന് ഒരിക്കലും പറയില്ല. വൈഫ് നല്ല രീതിയിൽ. അതെ, ഇല്ല അന്ന് എനിക്ക് വരുമാനം ഉണ്ടായിരുന്നല്ലോ. വരുമാനം അവർക്കും ഉണ്ട്. വൈഫും 5 പൈസ കളയൊന്നുമില്ല. വൈഫ് നല്ലപോലെ നോക്കി. അപ്പോൾ പെട്ടെന്ന് ദുർബല നിമിഷം കൊണ്ട് എൻ്റെ 2 കാലം ഒറ്റ രാത്രി കൊണ്ട് ഇങ്ങനെ ഞാൻ കിഴിയിട്ട് അന്ന് രാത്രി കടന്ന്. പിന്നെ രാത്രി തന്നെ ഇങ്ങനെ പെട്ടെന്ന് ഒരു നിലവിളി, നമ്മൾ മരിക്കാൻ പോകുമ്പോൾ ഒരു നിലവിളിയുടെ 2 കാലം ഇങ്ങനെ വടിയായി. പിന്നെ അത് അങ്ങോട്ട് മാറ്റാനോ ഇങ്ങോട്ട് മാറ്റാനോ ഒന്നും പറ്റത്തില്ല. എനിക്ക് സ്വാതന്ത്ര്യമായിട്ട് ഈ സ്പ്രിങ് പോകുന്ന പോലെ കാല് പോകും, അങ്ങനെയുള്ള അവസ്ഥയിലായി. പിന്നെ അവിടെ നിന്ന് ഉടനെ തന്നെ കാറാക്കി നേറ്റങ്കര അപ്പം വേലായുധം ഡോക്ടറാണ്. നമ്മൾ ഡോക്ടർ നല്ല ഡോക്ടറാണ്. അപ്പം അവിടുത്തെ ഉള്ളവരൊക്കെ പറഞ്ഞു, ആ ഡോക്ടർ അന്ന് ശബരിമലയ്ക്ക് മാല വരും, പിറ്റേ ദിവസം വരും, വന്ന പാടെ നോക്കും, അതുവരെ കിടക്കട്ടെ എന്ന് പറയും. അപ്പോൾ ഇവർ ചൂടുവെള്ളം തിളപ്പിച്ച് എന്തൊക്കെ പിടിപ്പിച്ചിട്ട് ഇങ്ങനെ ട്യൂബൊക്കെ ഇട്ട് മൂത്രം എടുത്തു. മൊത്തം ബ്ലഡ് വരുമായിരുന്നു. എന്നുവെച്ചാൽ ഞാൻ പറഞ്ഞത് ഭയങ്കര നിലവിളി, അത് കംപ്ലീറ്റ് മരവിച്ച് പോയി. തൊട്ടാൽ പോലും അറിയാത്ത സ്ഥിതിയിൽ അങ്ങനെ ആയിപ്പോയി. രണ്ട് കാലം. എത്ര നാൾ കിടന്നു? ഞാൻ മെഡിക്കൽ കോളേജിൽ തന്നെ ഒരു 6 മാസത്തിന് മേളിൽ കിടന്നു തോന്നുന്നു. ഇത് എന്ത് അസുഖമാണെന്നാ പറഞ്ഞത്? അസുഖം എന്ന് പറഞ്ഞാൽ ബ്ലഡ് സർക്കുലേഷൻ നിന്ന് പോയെന്ന് പറഞ്ഞു. ഞരമ്പിന്റെ പ്രശ്നം. ഇതിന് മേളിലിട്ട് ഫുള്ള് എനിക്ക് ഇവിടെ ഇങ്ങും തൊട്ട് ഇങ്ങൊരു ഓപ്പറേഷൻ ചെയ്തിരിക്കുക. അപ്പോൾ അതിനേസം ഇപ്പോൾ പെൻഷനൊക്കെ ഉണ്ട്, വിലങ്ങ പെൻഷനുണ്ട് എനിക്ക്. ഇപ്പോൾ 6 മാസം ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴും അതിന്റെ ചിലവുകളൊക്കെ ഇല്ല. അന്ന് എൻ്റെ കയ്യിൽ അത് അന്നേരം ഓപ്പറേഷൻ വേണമെന്ന് ചോദിച്ചു. അപ്പം ഞാൻ അന്ന് എനിക്ക് അറിയത്തില്ല ഈ ഓപ്പറേഷൻ, അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യാതെ നമുക്ക് ആയിരൊന്നും ചെയ്താൽ മതിയായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഓപ്പറേഷൻ വേണമെന്ന്. ഞാൻ അങ്ങനെ പെട്ടെന്ന് പറയുകയും ചെയ്ത് ഓപ്പറേഷൻ വേണമെന്ന്. അങ്ങനെ ഓപ്പറേഷൻ ചെയ്തതിന് ശേഷം ഞാൻ തീരെ പിന്നെ അതിലിരുന്ന് വീട്ടിൽ കുറേ ഇതായി പോയി താഴ്ന്നെറ്റാൻ തുടങ്ങി. പിന്നെ അവിടെ നിന്ന് പിന്നെ ഏറ്റവും കുറേയൊക്കെ നടക്കാൻ തുടങ്ങി, വടിയും കുത്തി. പിന്നെ അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ മുക്കാ സൈക്കിളില്ലേ, ഒരു ടയർ വീതിയുള്ള ഇത് സൈക്കിളിൽ ചവിട്ടുവാണെങ്കിൽ കുറച്ചുകൂടി കാലിന് ബലം കിട്ടും, നല്ല ഇത് കിട്ടുന്നു. അങ്ങനെ സൈക്കിളൊക്കെ വാങ്ങിച്ചിരുന്നു. പിന്നെ ദുർബല നിമിഷം കൊണ്ട് അവിടെ നാട്ടുകാരൊക്കെ ഒരു പിരിവെടുത്ത് ഒരു കട വിട്ടു തന്നു എനിക്ക്, ഈ ബൂത്തും കടയുമായിട്ട്. അപ്പോഴും ഭാര്യ ഉണ്ടുണ്ട്, ഒരു കുഴപ്പമില്ല. നിങ്ങൾ അതിനിടയ്ക്ക് വേറെ എന്താ പറയുന്നത്, നിയമത്തിന് വിരുദ്ധമായിട്ട് അത് ഞാൻ പറഞ്ഞുതരാം. അപ്പം ഈ കടയിട്ട് തന്നിരുന്നില്ലേ, ഈ കടയിട്ട് തന്നത് ഈ കുറേ നാട്ടുകാരുടെ സഹായത്തിലാണ് കടയിട്ട് തന്നത്. കടയിട്ട് തന്നപ്പോൾ ഈ കടയിലെ ആൾക്ക് എന്നെ പറ്റിക്കൊണ്ട് പോയതല്ല, ആരും തിരിച്ചു തരുന്നില്ല. നമുക്ക് പിന്നെ മുടക്കാനുള്ള ഇതില്ല. എന്താ കട? ഇല്ലേ, ഒരു ബൂത്തും ഈ അത്യാവശ്യം ഈ സോപ്പ് ഇങ്ങനെ ചില്ലറ സാധനങ്ങൾ, അതും കുറേ ആൾക്കാർ വാങ്ങിച്ചുകൊണ്ട് പോയാൽ തിരിച്ചു തരില്ല. നമുക്ക് മുസ്ലിം ചോദിക്കാനും പറ്റത്തില്ല. അങ്ങനെ അങ്ങനെ ഇരുന്നപ്പോൾ ഈ ബിവറേജ് സാധനം വാങ്ങി ഞാൻ വിറ്റായിരുന്നു. ഇല്ലെന്നൊന്നും പറയുന്നില്ല, അങ്ങനെ വിറ്റായിരുന്നു. അതിൽ മദ്യം ഉണ്ടാക്കുന്നതൊക്കെ നിങ്ങൾ ഇല്ലല്ല, അങ്ങനൊന്നുമില്ല. ഈ ബിവറേജ് വാങ്ങി ഒരു 10 രൂപ ലാഭത്തിൽ വിൽക്കുമായിരുന്നു. അതൊന്നും തെറ്റല്ല. എന്ന് വെച്ചാൽ 3 മക്കൾ വളർത്തണ്ടേ. അപ്പോൾ അങ്ങനെ ചെയ്തു പോയി. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ പറ്റിയ ഒരബദ്ധം. അതാണ് ഞാൻ തെറ്റായിട്ടൊരു ഇത് മാർഗത്തിൽ ഞാൻ പോയത്. അതേപോലെ അപ്പോൾ അതിങ്ങനെ മുന്നോട്ട് കുറച്ച് ദിവസം പോയി. അന്നേരം ഒരു 2 ക്വാർട്ടർ എടുത്തിട്ട് എനിക്ക് അന്ന് ഞാൻ ജീവിതം എന്താ, എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ ഒരു കച്ചവടം ചെയ്യുന്നതും. ഞാൻ പോലീസ് സ്റ്റേഷൻ എന്താണെന്നോ അതൊന്നും അറിയത്തില്ല. അപ്പോൾ ഒത്തിരി പ്രാവശ്യം പോലീസുകാരൊന്നും കിട്ടിയില്ല. 2 ക്വാർട്ടർ വെച്ച് ഒരു 10 ക്വാർട്ടർ എന്ന് പറഞ്ഞ് സാർസിറ്റിൽ വെച്ചിട്ടുണ്ട്. 2 സാധനം ചെറിയ 150 മില്ലിയുടെ 2 സാധനം എടുത്തിട്ട് 10 വിടും. ഞാൻ ഇപ്പോൾ സാർസീറ്റ് എനിക്ക് കൈ കിട്ടിയപ്പോഴാണ് എനിക്കറിയുന്നത് ഇത് 10 വെച്ചാലേ ഈ കേസ് എടുക്കുള്ളൂ. അപ്പോൾ ഈ ഒരു വണ്ടി കയറാൻ പറഞ്ഞാൽ നമ്മൾ ഈ ആൻറ്റി ക്രാഫ്റ്ററായില്ല, എനിക്ക് നടക്കാൻ പറ്റാത്ത ആളാണ്. എന്നെ വണ്ടി കയറാൻ പറഞ്ഞാൽ ഞാൻ കരുതി എനിക്ക് ഇതിൻ്റെ നിയമങ്ങളൊന്നും അറിയത്തില്ല. എന്നുവെച്ചാൽ ജീവിതത്തിൽ നമ്മൾ ഒരു പൊളിറ്റീഷ്യൻ വാതിൽ കണ്ടിട്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ വണ്ടി കയറാൻ പറഞ്ഞ് കയറി. 5-6 ദിവസം കഴിഞ്ഞിട്ട് വൈപ്പ് ഇറക്കിയത് ഈ പാർട്ടിയെ കൂട്ടിക്കൊണ്ടാണ് ഇറക്കിയത്. ഇപ്പോൾ ഒരു
അപ്പോൾ വൈഫിൻ്റെ ബന്ധുകാരിഷ്ടം പോലെ ഉണ്ട്, അവരൊന്നും വിളിച്ചിട്ടില്ല. ആരാ അയാളുടെ പേരെന്താ? അയാളുടെ പേര് സ്റ്റാൻലി എന്ന് പറയും. സ്റ്റാൻലിന്ന്. നിങ്ങൾക്ക് നല്ല പരിചയമുള്ള ആളാണോ? എന്നുവെച്ചാൽ ഞങ്ങൾ സുഖമുള്ള കാലത്ത് അയാളുടെ ഭാര്യ ഒരു ഹാർട്ട് പേഷ്യൻ്റാണ്. അപ്പോൾ അയാളുടെ ഭാര്യയും എൻ്റെ വൈഫുമായിട്ട് നല്ല ഞങ്ങൾ തമ്മിൽ ഞാനും പണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ എൻ്റെ മക്കൾക്ക് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരുമ്പോൾ എന്ത് സാധനം ഉണ്ടെങ്കിലും ഈ രണ്ട് വീടും ഒരമ്മ പറ്റിയ മക്കൾ പോലെ അതുപോലെ ജീവിച്ചുകൊണ്ടിരുന്ന വീടാണ്. നമ്മൾ ദുർബല നിമിഷം കൊണ്ട് ഇങ്ങനെ സംഭവിച്ചു പോയി. അതോടെ നമ്മുടെ പിന്നെ കട നഷ്ടമായോ? കട നഷ്ടമായത്, കട പൊട്ടി. പിന്നെ അതിന് ശേഷം ഈ 5 ദിവസം കഴിഞ്ഞിട്ട് എന്നെ ഇറക്കി കൊണ്ടുവന്നില്ലേ, എന്നെ ജാമ്യത്തിലെടുത്തിട്ട് വന്നിട്ട് പിന്നെ എന്നോട് പറഞ്ഞു ഇനി ഇങ്ങനെ കച്ചവടം ചെയ്യാൻ പറ്റുമല്ലോ പറഞ്ഞ് ഇവർ ആ സമയത്തെ ഇവർ തമ്മിലുള്ള ഇതായി. പിന്നെ എന്നോട് പറഞ്ഞു അവിടെ നിന്ന് 2 പറലാങ്ക് മേളിൽ മഞ്ചോളാങ് സ്കൂൾ എൻ്റെ കുറച്ച് ഇപ്പുറത്ത് ജെൻസുണ്ട്, അവിടെ ഇവർ തന്നെ കാശ് മുടക്കി കടയിട്ട് തന്നു, ഫ്രിഡ്ജൊക്കെ എടുത്ത് വെച്ച്. ഇങ്ങനെ അയാളുടെ പൈസയാണോ അതോ 3 പവൻ്റെ മാല അതെല്ലാം കൊണ്ട് പണയം വെച്ചിട്ട് നല്ല രീതിയിൽ കട പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 13 മാസം ഞാൻ കട നടത്തി, നല്ല രീതിയിൽ ബിസിനസ് പോയായിരുന്നു. അപ്പോൾ ഞാൻ വൈഫിനോട് പറഞ്ഞു ഈ വൈകുന്നേരം പണി കളഞ്ഞ് 3 മുക്ക് ജെൻസിനാണ് അവിടെ ബസ് സ്റ്റോപ്പ് വരുന്നതാണ്. അപ്പോൾ വൈകുന്നേരം എന്നെ ഈ അറിയുന്നവരായതുകൊണ്ട് എല്ലാവരും പറയും നേരങ്ങനെ സാധനം വാങ്ങാതെ അവിടെ അടുത്ത് വന്നിട്ട് സാധനം വാങ്ങിച്ചിട്ട് പോവും. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ എനിക്ക് ഈ കൈവിട്ട് നിൽക്കത്തില്ലല്ലോ. അപ്പോൾ വൈഫിനോട് ഞാൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യേ, മക്കളെ സ്കൂളിൽ പോയി വരുമല്ലേ, ഉച്ച കഴിഞ്ഞ് ഇവിടെ വരുവാണെങ്കിൽ ഞാൻ മാർത്താണ്ഡത്ത് പോയി സാധനം എടുത്തിട്ട് വരും, വന്നിട്ട് മക്കൾ സ്കൂളിൽ വരുമ്പോൾ ഇത് മക്കൾക്ക് ഭക്ഷണം എല്ലാം കൊടുത്തിട്ട് പിന്നെ വൈകുന്നേരം ഒരു 6-7 മണിക്ക് വന്നാൽ ഒരു 9 മണി വരെ നല്ല കച്ചവടമുണ്ട്. അന്ന് 300 എന്ന് പറഞ്ഞാൽ ഭയങ്കര വിലയാണ്. 300 രൂപയ്ക്കൊക്കെ കച്ചവടം നടക്കുള്ളൂ. അപ്പോൾ നല്ല കച്ചവടമാണ്. ഈ ബസ് വരുമ്പോൾ ആൾക്കാർ വന്ന് പെട്ടെന്ന് വന്ന് സാധനം വാങ്ങും പോകും. അപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ സാധനം വാങ്ങിച്ചുകൊണ്ട് പോകല്ലേ, നിങ്ങൾ ഒന്നും സഹായിക്കാൻ എനിക്ക് പറ്റുന്നില്ല, ഈ പഴക്കോല എല്ലാം ഉണ്ട്. അന്നേരം വൈഫ് പറഞ്ഞ് അതൊന്നും പറ്റൂലെന്ന് പറഞ്ഞു. അതുപോലെ ഉച്ചയിൽ ഭക്ഷണം തന്നു കഴിഞ്ഞാൽ ഈ മുഖത്ത് നോക്കാൻ പറ്റത്തില്ല, ഭയങ്കര വികൃതമുള്ള ഭക്ഷണം കൊണ്ട് വച്ചിട്ട് ഒറ്റ പിടിയിലാണ്. അവിടെ നിന്ന് തന്നെ ഒരാൾ പറഞ്ഞ് നിങ്ങളുടെ നാട്ടിലുള്ള ഒരാൾ ഇങ്ങനെ വൈദ്യശാല ചെയ്യുന്നുണ്ട്, ഈ ധനുച്ചപുരം IT നടന്ന് പറയും, വൈദ്യശാല ചെയ്യുന്നുണ്ട്, അപ്പോൾ അയാൾ നല്ല ട്രീറ്റ്മെൻറ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ അയാളെ ഞാൻ ഒരു ദിവസം പോയി കണ്ടപ്പോൾ എനിക്ക് അയാളുടെ അടുത്ത് പോയാൽ എനിക്ക് നല്ലൊരു ഇത് കിട്ടുമെന്ന് തോന്നി. അങ്ങനെ അയാളുടെ അടുത്ത് ഇനി കട വിറ്റേക്ക് പോകുമായിരുന്നു. അവിടെ തന്നെ പിന്നെ കിടക്കുമായിരുന്നു. അന്നേരമേ ഇവിടെ ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ഈ കട അടച്ച് 8:45 ഞാൻ ഷട്ടർ താത്തിട്ട് കട അടച്ചിട്ട് പോകും. 300 രൂപ വാടകയാണ്. കട അടച്ചിട്ട് പോകുന്ന കഴിഞ്ഞാൽ ഇവരുടെ ഇതെല്ലാം എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഈ 8:45 എനിക്ക് ഈ പട്ടിക വിളമ്പി വയ്ക്കുന്ന പോലെ ഭക്ഷണം ഷോക്കേസില്ലേ സാറേ, ഞാനൊരു പെരപ്പണിട്ട് ഞാൻ പറഞ്ഞില്ലേ ആ ഷോക്കേസിൽ വിളമ്പി വെച്ചിരിക്കും. വേണമെങ്കിൽ തിന്നു. അവരെല്ലാം ഒരുമിച്ച് നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് കുട്ടികൾക്കൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞില്ലേ ഇത് വൈഫും മക്കളുമായിട്ട് അവർ കടന്നിരിക്കും. ഈ 8:45 ഇതിനകത്ത് തന്നെ ഇവരുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എനിക്ക് കുട്ടികൾ അറിവുള്ള കുട്ടികളായിട്ടാണ് വളർന്നു. അവർക്കെല്ലാം ഇപ്പം എല്ലാം അറിയാം. എൻ്റെ മക്കൾക്ക് ഫുള്ളായിട്ട് അറിയാമെന്നുള്ള കേസ്. എത്ര വയസ്സുണ്ടാവും? എൻ്റെ മക്കൾക്ക് ഇപ്പോഴും നല്ല പോലെ അറിയാം, അന്ന് അത്ര അറിയാറായില്ല. ചെറിയ കുട്ടികളാണ്. എന്നാൽ ചെറിയ കുട്ടിയല്ല, മൂത്തകളൊക്കെ നല്ല പ്രാപ്തിയായി. 14-15 വയസ്സൊക്കെ കഴിഞ്ഞു. 15 വയസ്സ് കഴിഞ്ഞു. ഇപ്പം മൂത്ത മോള് 90 ഉള്ള, അവർക്ക് ഇപ്പോൾ 25 വയസ്സ് കഴിഞ്ഞു. 90 ജൂണിലുള്ള. ഇനി എൻ്റെ വൈഫിനോട് തന്നെ മക്കൾ ഏത് മാസത്തുണ്ടായെന്ന് പോലും എൻ്റെ വൈഫിന് അറിയത്തില്ല. പക്ഷേ എൻ്റെ വൈഫിന് എൻ്റെ 2 മക്കളെ പ്രസവിച്ച സമയം കറക്റ്റ് ഡേറ്റ് ഓഫ് ബർത്തിൽ എനിക്കറിയാം. 3ാമത്തെ മോള് ഞാൻ പ്രസവിക്കുമ്പോൾ ഞാൻ സൗദിയിൽ നിന്ന് വെക്കേഷൻ വന്ന സമയത്തായിരുന്നു. അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് എനിക്കറിയത്തില്ല, എന്നാലും ദിവസം അറിയാം. അപ്പോൾ അങ്ങനെയൊന്നും ജീവിതം ഇനി മുന്നോട്ട് പോകുമ്പോൾ ഈ അവിടെ എന്നും പിന്നെ പ്രശ്നമാണ് ഉണ്ടാകുന്നത്. എന്നുവെച്ചാൽ അതിനു മുമ്പ് എനിക്ക് ഇതുപോലെ ഷോക്കേസിൽ വിളമ്പി വെച്ചിരുന്നാലോ ഒന്നും പ്രശ്നമില്ല. അങ്ങനെയൊക്കെ ഒത്തിരി കഷ്ടപ്പാടുകൾ ഞാൻ ത്യാഗം സഹിച്ചു. അവരോട് ചോദിച്ചോ എപ്പോഴെങ്കിലും എന്തിനാ ഇങ്ങനെ പെരുമാറുന്നതെന്ന്? പെരുമാറി ചോദിച്ചാൽ അവിടെ പ്രശ്നമാണ്. എന്നുവെച്ചാൽ തൊട്ട് താഴത്തെ വീടായതുകൊണ്ട് 1-2 പ്രാവശ്യം പിന്നെ ഞാൻ വഴക്കുണ്ടാക്കും. എന്നുവെച്ചാൽ ഇവർ കഥ കടന്നു തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് ഭക്ഷണം ഒരു ഷോക്കേസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയില്ല സാറേ, ആ ഷോക്കേസിൽ വിളമ്പി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഭക്ഷണം എടുത്ത് കഴിച്ചോണം കിടന്നോണം. എനിക്ക് അതിനുള്ള ഇതില്ല. എന്ന് വെച്ചാൽ ഞാൻ ഇന്ന് കുറേയൊക്കെ നടക്കാറായി, അന്ന് ഒട്ടും നടക്കത്തില്ല. ഞാൻ നടന്നു വരുമ്പോൾ അവിടെ നിന്ന് ഒരു അടി എടുത്ത് കഴിയുമ്പോൾ ഈ കാല് സൗണ്ട് വയ്ക്കുമ്പോൾ ഈ കുതിരയുടെ കാലെടുത്തിരിക്കുന്ന പോലെ ഭയങ്കര സൗണ്ടായിരിക്കും.
ഓഹോ. ആ ഭയങ്കര ഒച്ചയിൽ സൗണ്ട് കേൾക്കും. ഒരു ഷോക്കേസിൽ എന്തിനാണ് എടുത്ത് വെക്കുന്നത്? മേശപ്പുറത്ത് മേശ ഇല്ല, എന്നാലും ഇല്ലെങ്കിൽ ഞാൻ വന്നിട്ട് നമ്മൾ വന്നിട്ട് ഭാര്യ മക്കളും ഇങ്ങനെ ഒന്നിച്ച് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഇതിൽ ഇങ്ങനെ പെട്ടെന്ന് എല്ലാം കൊണ്ടും ഇവരുടെ പെരുമാറ്റം എല്ലാം പിന്നെ രീതിയായി. പിന്നെ ആ മഞ്ചാളത്ത് കടയിട്ടപ്പോഴാണ് ഒത്തിരി ജനങ്ങൾ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പം ഒരു സ്ത്രീയെക്കുറിച്ച് ഒരാൾ പറഞ്ഞെന്ന് പറഞ്ഞാൽ എടുത്തു ചാടി ഒരു കാര്യത്തിന് ഇറങ്ങാൻ പാടില്ല, പലതും ചിന്തിക്കാനുണ്ട്. അവിടെ ഒരു ഫ്ലാറ്റുണ്ട്, ഈ ഫ്ലാറ്റിലാണ് ഇവിടെ ഇത് എനിക്ക് നടക്കാന്ന് വെച്ചാൽ എനിക്ക് എതിലെ വന്നാലും ഞാൻ അവിടെ നടക്കുമ്പോൾ തന്നെ ഒരു അടിയെടുത്ത് വയ്ക്കുമ്പോൾ തന്നെ ഭയങ്കര ഒച്ചയായിരിക്കും. സ്പീഡിൽ നടക്കത്തില്ലല്ലോ, ഈ എടുത്തു വയ്ക്കുമ്പോൾ ഇങ്ങനെ ഭയങ്കര സൗണ്ടായിരിക്കും. അതും മടിയുണ്ടെങ്കിലും അപ്പം അങ്ങനെയാണ് ഇവിടെ ഇതിൽ മാറ്റം വന്ന് ഇങ്ങനെ. അതിനുശേഷം ഞാൻ കട വിറ്റു. പിന്നെ ഞാൻ തമിഴ്നാട്ടിലെ ഒരു ഡോക്ടറുടെ വൈദ്യശാലയിൽ നിന്ന് ആ ഡോക്ടറിൻ്റെ അടുത്ത് പോയി ഞാൻ നിൽക്കുമായിരുന്നു സ്ഥിരം. ഈ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ അറിയാവോ? അറിയാം. ഇല്ല, അറിയാം. ആ അവര് പച്ചയ്ക്ക് ഈ മകനൊക്കെ പച്ചയ്ക്ക് എൻ്റെ വൈഫിനെ ചീത്ത വിളിച്ചിട്ടുണ്ട്. ഈ എൻ്റെ വൈഫിനെ സംസാര ശൈലി എന്ന് പറഞ്ഞാൽ എന്നെ, അതായത് ഒരു സ്വന്തം ഒരു ഹസ്ബൻഡാന്നുള്ള ഒരു നിലവാരത്തില്ല. എന്നെ പട്ടി പൂച്ച എന്നൊക്കെയാണ് വിളിക്കുന്നത്. അത് വിളിക്കുന്ന സംഭാഷണത്തിൽ നിന്ന് പറയാൻ പറ്റത്തില്ല. ഇതൊരു അങ്ങനത്തെ ഒരു സംഭാഷണമാണ്. അപ്പോൾ അടുത്തുള്ളവരെ പരിസരത്തുള്ളവരെല്ലാം ഇത് ഈ വൈഫിൻ്റെ വിളി കേൾക്കുമല്ലോ. കേൾക്കുമ്പോൾ പറയും ഒരു ദിവസമെങ്കിലും അയാളുടെ അടുത്ത് നിന്ന് നീ ഭക്ഷണം വാങ്ങി കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഭാഷയൊക്കെ വിളിക്കാമോ എന്ന് ചോദിക്കും. അന്നേരം അവിടെ അടുത്ത് ഒരു പാർട്ടി പറഞ്ഞു, കുറേ കാലം കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ കടനെ വിട്ട് ഒരു പാർട്ടി പറയുക, ഇതെല്ലാം കണ്ട് നീ കണ്ണടച്ച് പിടിച്ചിരുന്ന ഇപ്പോഴും നിനക്ക് നല്ല ഭക്ഷണമായിരുന്നു. നിങ്ങൾ അതിനെപ്പറ്റി ചോദിച്ചിട്ടുണ്ട് അവരോട്? ചോദിച്ചിട്ടുണ്ട്. ചോദിക്കുമ്പോഴെല്ലാം പ്രശ്നമുണ്ടാവും. ഒരിക്കൽ ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു, ഒരു സുരജാദേവി എന്ന് പറയും, ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു. അവരെല്ലാം വന്ന് ഒരു പിള്ളേരടക്കം, ചെറിയ പിള്ളേരോട് ഒത്തുതീർപ്പ്, ഒരു കുടുംബം പിരിക്കാൻ നോക്കൂല്ലോ ചേർത്ത്. അങ്ങനെ വന്നപ്പോൾ അന്നേരം എൻ്റെ ഇത് വൈഫ് പറയുക, എൻ്റെ മക്കളുടെ അടുത്താണ് ഇവൻ കിടന്നുറങ്ങുന്നത്. അതായത് ഇവളെ ഇട്ടച്ച് ഞാൻ പറഞ്ഞ 8:45 കടയിൽ 9 മണിയാകുമ്പോൾ വീട്ടിൽ വരും. ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി ഒറ്റ പിടിയിൽ അവിടെ എവിടെയെങ്കിലും മാറി ഇരുന്നിട്ട് പിന്നെ തൊട്ട് താഴെയല്ലേ പോവും. എന്ന് വെച്ചാൽ ആ പെണ്ണുങ്ങളുടെ വീട് എന്ന് പറഞ്ഞാൽ ഈ കളിയേക്കാളെ PP മുക്കുന്ന സ്ഥലത്താണ്. അപ്പോൾ ആ പെണ്ണുമ്പളെ ഇയാൾ നോക്കൂല. ഇയാൾക്ക് ഈ ഹാർട്ട് പേഷ്യൻ്റ് ആയതുകൊണ്ട് ഈ പെണ്ണുമ്പിള്ള ആങ്ങളെ നല്ല പൈസക്കാരന്മാരാണ്. ആ പെണ്ണുങ്ങൾ ഇപ്പോൾ ഉള്ള പാർട്ടിയുടെ വൈഫിൻ്റെ ആങ്ങളമാരെല്ലാം പൈസ കാര്യം. അപ്പോൾ അവരുടെ ആങ്ങളമാരൊക്കെ നല്ലപോലെ സഹായിക്കും. എന്താ അവരുടെ പേര്? ആ സ്ത്രീയുടെ പേരും പുഷ്പയാണ്. ഒരു മകനേ ഉള്ളൂ അയാൾക്ക്, വലിയ ചെക്കനാണ്. എൻ്റെ വൈഫിനെല്ലാം പച്ചയ്ക്ക് ചീത്ത വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ക്രൂരമായിട്ട്, എന്ന് വെച്ചാൽ അതുമാത്രമല്ല പലതും കാണാൻ ഇടയെന്ന് പറഞ്ഞാൽ ഒരു നടുക്ക് ഒരു ഹാളുണ്ട്, ഡൈനിങ് ഹാൾ പോലെ അങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പുറത്തെ ബെഡ്റൂം നടുക്ക് ട്യൂബ് ഇട്ടിട്ടുണ്ട്. ഞാൻ ഈ ട്യൂബ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ഇപ്പുറത്ത് കൂടി വന്നാലും കാണും ഇപ്പുറത്ത് കൂടി വന്നാൽ. വൈഫ് ഇവിടെ ഈ പാർട്ടിയുടെ കൂടെ പോയിട്ട് വരുമ്പോൾ ഈ ജനൽ തുറന്നിടൂലേ, ജനൽ തുറന്നപ്പോൾ ജനലിൻ്റെ അടി സൈഡ് തണലുണ്ടല്ലോ, ഞാൻ അപ്പുറത്തെ സൈഡ് വന്ന് ഞാൻ ഇങ്ങനെ പാട്ട് നിൽക്കും. അന്നേരം തണലിൻ്റെ സൈഡിൽ കൂടി കുനിഞ്ഞ് ഓടി വന്ന് കയറും. പിന്നെ ഇവരുടെ വീട്ടിലുള്ളവരാരെങ്കിലും ഇത് അറിഞ്ഞിട്ട് വരുമോ, സംസാരിക്കുമോ, അല്ലെങ്കിൽ നിങ്ങൾ പോയി സംസാരിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഒത്തിരി ചെയ്തിട്ടുണ്ട്. ഇവരൊന്നും മൈൻഡ് ചെയ്യില്ല. എന്ന് വെച്ചാൽ ഇവർ 4 പെണ്ണുങ്ങളാണ്. പിന്നെ എന്തായിരുന്നു, അവര് എപ്പോഴെങ്കിലും തുറന്ന് താമസിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞു. ഇതിലിരുന്നാണ് നമുക്ക് അവിടെ തെറ്റാൻ കാരണം. പിന്നെ ഇവരുടെ സംഭാഷണം എല്ലാം നേരെ തിരിച്ചാണ്. ഭർത്താവെന്നുള്ള സാധനം ഇല്ല, അത് പോയി. മക്കൾ അമ്മയോട് പറയത്തില്ലേ എന്തിനാ അച്ഛനെ ഇങ്ങനെയൊക്കെ പറയുന്നത്? അത് അവർ ഈ മക്കൾ അമ്മ പറയുന്ന പോലെ കേൾക്കുള്ളൂ. ചാനലിനോട് ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്? ഇല്ല, ഞാൻ അവനോട് സംസാരിക്കുമ്പോൾ അവനൊക്കെ ഒരു അടി അടിച്ചാൽ ഞാൻ 3 വിളിച്ചു. ഞാൻ ആ പൊസിഷനിലല്ല ഇരിക്കുന്നത്. ഇപ്പോൾ എത്ര നാളായി സംഭവിച്ചിട്ട്? ഇപ്പം എൻ്റെ വീട്ടിൽ തന്നെ കിടന്നേ, താമസം തൊട്ടടുത്ത വീടല്ലേ. ഓ, അങ്ങനെ വെറുതെ താമസിക്കുന്നു എന്ന് പറയുന്നു. ഉറക്കമൊക്കെ ഇവിടെ തന്നെ. അയാൾ ആഹാരം ഈ ഭാര്യ ഇല്ലാതെ പിന്നെ ഇല്ലാത്ത സമയത്ത് അയാൾക്ക് ആഹാരമൊക്കെ ഇവരാണ് കൊടുക്കുന്നത്? അത് ശരി. എപ്പോഴും കാസർഗോഡ് വീണ്ടും അങ്ങോട്ട് തന്നെ പോയത്? ഞാൻ പോയത് ഈ ഇടയ്ക്കാ, അല്ല അതിന് മുമ്പ് വൈദ്യശാല നിൽക്കായിരുന്നു കുറേ കാലം കൊണ്ട്. ആ സമയത്തൊക്കെ ചാനലുമായിട്ട് കൂടുതൽ അവർ അടുക്കാൻ? ഇല്ല, ഞാൻ വിട്ടു പോയതിനെ സംബന്ധിച്ച് എനിക്ക് സ്വസ്ഥത ഇല്ലെങ്കിൽ ഡെയിലി അവിടെ അടിയാണ്, ഡെയിലി പ്രശ്നം.
ഞാൻ ഇവിടെ കട വിറ്റ ശേഷമാണ് അവർക്ക് സ്വസ്ഥമായത്. വിറ്റ് ഞാൻ എന്ന് വെച്ചാൽ ഞാൻ അവിടെ കിടന്ന എന്നെ അതുപോലെ ഇതായിപ്പോയി. അല്ല, അവര് നിങ്ങളെ ഉപദ്രവിക്കൂ? വൈപ്പ് എത്ര പ്രാവശ്യം എൻ്റെ ഷർട്ടെല്ലാം വലിച്ചു കീറി. ഒരിക്കൽ അന്ന് ഈ കപ്പപ്പഴം എന്ന് പറയുന്നില്ലേ സാറേ, ഈ കപ്പപ്പഴം തൊട്ടടുത്ത് ഞാൻ അപ്പോൾ അതിനൊക്കെ ഭയങ്കര വിലയുള്ള സാധനമാണ്. 450 500 രൂപ വില ഉണ്ട് ഒരു കൊലയ്ക്ക്. നമ്മൾ വിപണി തൂക്കിയെടുക്കുന്നതാണ്. അപ്പം ഞാൻ അവിടെ ഒരു ഉറക്കി കൊടുത്തിരുന്നത്. അപ്പം ഞാൻ ആ കടകാരൻ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ കൊല പഴുത്തിട്ടുണ്ട്, നിങ്ങൾ ഹസ്ബൻഡിനോട് വിളിച്ച് പറയാം ഇങ്ങനെ കൊണ്ടുപോകാൻ, അല്ല വന്നി അല്ല ഇവർക്കായാലും കയറ്റി കൊണ്ടുവരാം. ഇത് കൊണ്ടൊന്നുമില്ല, ഇതെല്ലാം പഴുത്ത് പോയി. ഈ നമ്മൾ പൈസ കൊടുത്ത് ഉണ്ടാക്കുന്നില്ല, ഇതെല്ലാം പഴുത്ത് പോയി എന്ന് പറഞ്ഞ് ഒരിക്കൽ വഴക്കുണ്ടാക്കി. അതിന് ശേഷം എൻ്റെ ഷർട്ടെല്ലാം ഇങ്ങനെ ഞങ്ങൾ ഒത്തിരി പ്രശ്നമായി. നിനക്ക് ഇതിനൊന്നും നേരമില്ല എന്ന് ഞാൻ ചോദിച്ചു. ഇതൊക്കെ ഒന്ന് പറയാൻ ഒന്നിനും നേരമില്ല. അത് പറ്റൂലെന്ന് പറഞ്ഞു. ഞാൻ പറയും നീ ഇടയ്ക്ക് ഇങ്ങനെ പറയും. അന്നേരം എൻ്റെ ഷർട്ടെല്ലാം വലിച്ചു കീറിയപ്പോൾ ഇങ്ങനെ ഞാൻ ഷർട്ട് വലിച്ചു കീറിയപ്പോൾ ഇങ്ങനെ നമ്മളിങ്ങനെ തള്ളൂലേ. അപ്പോൾ അടുത്തൊരു ഷോക്കേസ് ഉണ്ട്, ഈ ഹാളിൽ ഒരു ഷോക്കേസ് ഉണ്ട്. ആ ഷോക്കേസിൻ്റെ എൻഡിൽ പോയി വൈപ്പിൻ്റെ തല ഇടിച്ചു. ഞാൻ നുണമൊന്നും പറയില്ല. വൈപ്പിൻ്റെ തലയിൽ കുറേ ബ്ലഡ് പോയി. ആ തുണി കെട്ടിയായിരുന്നു കൊണ്ടുപോയി. അത് കഴിഞ്ഞിട്ട് അവർ തുറന്ന് പറഞ്ഞു നിങ്ങളോട്ട് താമസിക്കാൻ താല്പര്യമില്ല. അതുപോലെ ഞാനും ചുമ്മാ ഇടയ്ക്കിടയ്ക്ക് തമാശ പറയും ഇങ്ങനെ, ഞാൻ എവിടെയെങ്കിലും പോയി പെണ്ണ് കെട്ടാൻ പോവാ. ഇന്ന് അന്നേരം വൈഫ് പറയുന്ന മറുപടിയാണ് എനിക്ക് പറയുന്നത് എന്നറിയാം, അത് നിങ്ങളെന്നല്ല പറയുന്നത്, നിന്നെ കണ്ട ഏതവൾ വേണമെങ്കിലും വരും, ഒരു ദിവസമേ താമസിക്കുള്ളൂ, അവൾ ഇതിന് മാത്രം നിനക്ക് വച്ചു വളമ്പാനല്ല വരുന്നത്, പിറ്റേ ദിവസം അവൾ പോകുന്നു. പിന്നെ എൻ്റെ 3 മക്കളും എനിക്കുണ്ടായതല്ലെന്ന്. പിന്നെ ഏത് വാക്കെടുത്താലും പിന്നെ പാണ്ടിക്കാരൻ, ഈ സംസാരമാണ് അവിടെ മെയിൻ. പാണ്ടിക്കാരന്മാർക്ക് വിവരമില്ല. അപ്പോൾ ഈ 3 കുഞ്ഞുങ്ങളെ ഉണ്ടാകുന്നവരെ ഞാൻ പാണ്ടിക്കാരനല്ലേ, ഈ അരികിതായിട്ട് തളർന്ന ശേഷമാണ് ഞാൻ പാണ്ടിക്കാരനായിപ്പോയത്. സ്റ്റാൻലിയുടെ പക്കൽ നിന്നും 6 സെന്റ് സ്ഥലം വാങ്ങിച്ച് അതെ അതെ രണ്ടുപേരുടെയും പേരിൽ വീട് വെച്ചു. അപ്പൊ നിങ്ങൾക്കും അവകാശമുള്ളൊരു വീടാണത്. അവിടെ നിന്ന് നിങ്ങളെ ഇറക്കി വിട്ടോ? ഇറക്കി വിട്ടില്ല, ഞാൻ ഇറങ്ങിപ്പോയതാ. അല്ലെങ്കിൽ ഇതിനും എനിക്ക് എന്നെ കൊല്ലുമായിരുന്നു. ആ പൊസിഷനിലായി. എന്നാ പോയപ്പോ എത്ര നാളായി കാണും? 10 കൊല്ലെങ്കിലും ആയി കാണും. ഈ കാലഘട്ടത്തിൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും നിങ്ങളെ പീഡിപ്പിക്കുന്നു എന്നും പറഞ്ഞിട്ട് എന്തെങ്കിലും ഇല്ല, ഞാൻ കംപ്ലൈന്റോ വല്ലതും കൊടുത്തോ? ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് കുറച്ച് നല്ല സുഖം കിട്ടിയപ്പോൾ അത്യാവശ്യം ചില്ലറ പണിക്കൊക്കെ പോകുമായിരുന്നു. ഇത് മേശ പണിക്ക് തന്നെ ഈ നിലത്തുള്ള ഇരുന്നുള്ള ഈ അങ്ങനെ ഇരുന്നിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ടൈലൊക്കെ ഇട്ട് ഇങ്ങനെ ചില്ലറ പണിക്കുക. അതിനൊക്കെ നമ്മൾ കണക്ക് പറഞ്ഞ് കൂലി വാങ്ങിക്കില്ല. അത് അവർ തരുന്നില്ല, തീരെ കുറയ്ക്കൂല. എന്ന് വെച്ചാൽ ഞാൻ അതുകൊണ്ടാണ് ഞാൻ ആ നാട്ടിൽ പോയി നിൽക്കാൻ കാര്യം. എന്ന് വെച്ചാൽ വർഷങ്ങളോളം ഞാൻ ജീവിച്ച നാടാണ്. മക്കൾ നിങ്ങളെ കാണണമെന്നോ? ഒന്നുമില്ല. ഇതൊരു മൂത്ത മോളുടെ കല്യാണത്തിന് കൂടി, കല്യാണത്തിന് എന്നെ വിളിച്ചിരുന്നു. ഞാൻ പോയി സഹകരിച്ചു, എല്ലാ കാര്യവും ചെയ്തിരുന്നു. അതുപോലെ ഞാൻ മൂത്ത മോളുടെ ഒരു മാല ഞാൻ കൊണ്ടുപോയിരുന്നു. മൂത്ത മോളുടെ അല്ല, വീട്ടിലെടുത്തുന്ന മാല തന്നെ. ആ മാല കൊണ്ടുപോയിട്ട് ഞാൻ ഈ നെയ്യാറ്റിൻകര അയ്യോബി ഉണ്ട്, എന്നെ സെൻട്രൽ ജയിലിൽ ഒരിക്കൽ ഇവർ 18 മാസം ഞാൻ സെൻട്രൽ ജയിലിൽ കിടന്നു. ഈ 7 ദിവസം കഴിഞ്ഞ് എന്നെ പിടിച്ചിറക്കിയിട്ട് അന്നേരം പിന്നെ രണ്ടാമത് ഇതിന് സമൻസ് വരുമ്പോൾ ഇവർ അറിയിച്ചില്ല. പിന്നെ ഞാൻ പിടികിട്ടാ പുള്ളിയായി, മനസ്സിലായോ? അങ്ങനെ 18 മാസം ഞാൻ പൂജപ്പുര സെൻട്രൽ ജയിലിൽ കിടന്നു. ഞാൻ 1000 കത്ത് എഴുതിയിട്ടുണ്ട് നമുക്ക് ഒരുപാട് ജീവിച്ചു. ഒരു ദിവസം പോലും അവിടെ വന്ന് നോക്കിയിട്ടില്ല സാറേ, ഒരു ദിവസം. ഈ അമ്മായിയമ്മ, അതായത് വൈഫിൻ്റെ അമ്മ, അവരാണെങ്കിൽ ഒരു മെൻ്റൽ പേഷ്യൻ്റ്. എന്ന് വെച്ചാൽ BP കൂടിയിട്ട് ഞാൻ പല പ്രാവശ്യം ഇവിടെ ഈ പേരൂർക്കട ഒരു ഇതുണ്ടല്ലോ, അതിലൊക്കെ ഞാൻ അവരെ കൊണ്ടിട്ട് സന്ദർശിച്ചിട്ടുള്ള. അവരെ എന്നെ ഭാര്യയാക്കിയവരാണ് ഈ വൈഫ്, എൻ്റെ വൈഫ്, സ്വന്തം അമ്മായിയമ്മ. അതോ മുതുകഴിഞ്ഞ് സർവ്വം നരച്ചിരിക്കുന്ന ഒരു തള്ള, വൈഫിൻ്റെ അമ്മയ്ക്ക്. അപ്പോൾ ആ അമ്മ എന്നെ നോക്കാമെന്ന് സെൻട്രൽ ജയിലിൽ കിടന്നിട്ട്. ഈ വൈഫ് അവരുടെ മനസ്സ് എങ്ങനെയാണെന്നുള്ളത് പ്രതികരിക്കാൻ പറ്റുന്നില്ല സാറേ. ഒരു ദിവസം വന്ന് പോയി നോക്കിയിട്ടില്ല. ഈ മക്കളിൽ മൂത്ത ആള് കല്യാണം കഴിഞ്ഞു. കല്യാണത്തിന് വിളിച്ചിരുന്നു തന്നെ. ഞാൻ പോയി ഞങ്ങൾ പോയി സഹകരിച്ചു. അപ്പം എനിക്ക് എൻ്റെ വൈഫ് തമിഴ്നാട്ടിലൊന്നും വന്നില്ല. എൻ്റെ ആൾക്കാരെ വിളിക്കാൻ വേണ്ടി ഞാൻ തന്നെ പോയി എല്ലാവരും വന്ന് സഹകരിച്ചു. എന്നിട്ടും അവർ കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തു. ഇതിൽ ഒരു സാധനം എനിക്ക് തന്നിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ആൾക്കാർ കൊടുത്ത്. എന്നിട്ടും കല്യാണം കഴിഞ്ഞ് ഈ ഉദയങ്ങളാർ ഐശ്വര്യ ഓഡിറ്റോറിയം എന്ന് പറയും, ഓഡിറ്റോറിയം കല്യാണം കഴിഞ്ഞിട്ടും മടക്കി അതിലേപ്പോൾ അവരുടെ ആൾക്കാരെല്ലാം വണ്ടി കയറ്റി കൊണ്ടുപോയി എൻ്റെ ആൾക്കാരെ അവിടെ ഇട്ടിട്ട് പോകുന്നു. പിന്നെ ഞാൻ അവരെ വൈകുന്നേരം അടുക്കള കാണാൻ പോകണമല്ലോ. അന്നേരം ഞാൻ ഇവരെ നിർബന്ധിച്ച് പറഞ്ഞു, നിങ്ങൾ ഇന്നലെ അടുക്കള കണ്ടിട്ട് ചെറുക്കൻ്റെ വീട് അടുക്കള കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ നിന്ന് വണ്ടി ആക്കിയിട്ട് പിന്നെ ഞാൻ കൊണ്ടുവന്ന് വൈകുന്നേരം നിർത്തി
ഈ എൻ്റെ ആൾക്കാരെ മാത്രം അവിടെ ഓഡിറ്റോറിയത്തിൽ ഇട്ടു. പക്ഷെ ആ വീടിന് പകുതി നിങ്ങൾക്ക് അവകാശം ഉണ്ട്. അപ്പം അത് ഈ പറഞ്ഞ ആളാണ് അന്ന് ഞാൻ എൻ്റെ പേരിൽ തന്നെ എഴുതായിരുന്നത് ഈ 6 സെന്റ് വാങ്ങി. എന്ന് വെച്ചാൽ ഞാൻ സൗദി കിടന്ന് സമ്പാദിച്ചതാണ്. ഞാൻ ഈ ഓവർ ടൈം ഉണ്ടെങ്കിൽ ഓവർ ടൈമിന് പോകും. അല്ലാതെ ഞാൻ ഫ്രീ ആയിട്ട് ഇടങ്ങുമ്പോൾ എനിക്ക് സാമ്പത്തികം വേണ്ടി എൻ്റെ 3 പെൺമക്കളല്ലേ, നമുക്ക് അവർ നല്ല നില വരുത്താനെന്ന് പറഞ്ഞിട്ട് ഞാൻ പെപ്സി പാട്ട വരെ പറക്കിയിട്ടുണ്ട് സൗദി കിടന്ന്. പെപ്സി പാട്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുടിച്ചിട്ടിടുന്ന അതൊക്കെ വാങ്ങി ആക്കറി പറക്കി ഞാൻ വിറ്റിട്ടുണ്ട് ഇവിടെ. ഈ ബാക്കി 2 പെൺമക്കൾ പിന്നെ അവരാരുടെ കൂടെയാ? ഇപ്പൊ വീട്ടിൽ തന്നെ, എൻ്റെ വീട്ടിൽ തന്നെ, ഞാൻ വെച്ച വീട്ടിൽ തന്നെ എല്ലാവരും. ഞാൻ വെച്ച വീട്ടിൽ തന്നെ എല്ലാവരും. ഇങ്ങോട്ട് വന്ന് താമസമായോ അതോ അയാൾ അപ്പുറത്താണോ? അയാൾ അവിടെ ആരെങ്കിലും വരുമെന്ന് പറഞ്ഞാൽ ഞാൻ അവിടെ ഇടയ്ക്ക് പെൻഷൻ വാങ്ങിക്കാനായി ഞാൻ വീട്ടിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഉടനെ അവിടെ നിലവിളിക്കും, പച്ച ഇളന്ന് ചീത്ത വിളിക്കും. അന്നേരം എല്ലാവരും അറിയും ഞാൻ വന്നിട്ടുള്ളത് അറിയാൻ വേണ്ടി. അങ്ങനത്തെ ഒരു മറ്റേ സ്റ്റാലിയുടെ ഭാര്യ ഇടകാലത്ത് മരിച്ചു എന്നാണ് പറഞ്ഞത്. ഞാൻ കണ്ടില്ല, ഞാൻ അന്നേരം ഇവിടെ നിന്ന് വിട്ടുപോയില്ല. അതിനുശേഷമാണ് എനിക്ക് മോശം കിട്ടിയത്. വഴക്കണമെന്ന് വെച്ചാൽ ഒരു സ്ത്രീ എന്ന് വെച്ചാൽ ഇവർ കാണുന്ന ഈ പല ആൾക്കാരും ആണെങ്കിൽ ഇത് ചെയ്ത് പോയ ഒരു ഞാൻ കൂടുതലും പല പ്രാവശ്യം ചിന്തിക്കൊണ്ട് ഈ എൻ്റെ വൈഫിൻ്റെ ഇത് നമ്മൾ ഇവിടെ കൊന്നിട്ട് ചത്താലൊന്ന് നമ്മളിനി ജീവിച്ചിട്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഞാൻ ജയിലിൽ പോകും. എൻ്റെ എനിക്ക് അത് ഞാൻ അന്യനാട്ടിൽ നിന്ന് പെണ്ണെട്ടിയിരിക്കുന്നതാണ്. എൻ്റെ മക്കളെ എത്ര എൻ്റെ ഭാര്യ നോക്കുന്ന പോലെ ഇനി ഭാര്യയുടെ അനിയത്തിയില്ല ചേച്ചിയല്ല ഞാൻ സംരക്ഷിച്ചാൽ പോലും അത്രയും സ്വയം ഉണ്ടായിരുന്നു. എൻ്റെ മക്കൾക്ക് എൻ്റെ ഒരു അമ്മയുടെ വാത്സല്യമുള്ളത് അത് ഗുണം. ഞാൻ സംരക്ഷിക്കാം, നമുക്ക് കഴിവുണ്ട്. എന്നാലും എൻ്റെ ഭാര്യ നോക്കുന്നത്. അപ്പം ഞാനിവിടെ തല്ലിക്കൊന്ന് എൻ്റെ മക്കൾ ആര് നോക്കും? 3 പെൺമക്കളാണ്. അന്നേരം മേഡമായാലും വിചാരിക്കില്ലേ, സ്വന്തം സഹോദരങ്ങളായിരുന്നാൽ പോലും അവർ 1 ദിവസം കൊടുക്കും, 2 ദിവസം കൊടുക്കും, 3-ാം ദിവസം അവർ കൊടുക്കൂല എൻ്റെ മക്കൾക്ക്. ആര് നോക്കും? ഒരുപാട് പിന്നെ മദ്യപിക്കുന്നില്ലല്ലോ, പക്ഷെ നിങ്ങൾ ഉപദ്രവിക്കുമായിരുന്നു അവരെ എന്നാണ് നമുക്ക്. അതാ പറഞ്ഞ ഈ ഉപദ്രവം ഇതാണ് പ്രശ്നം ഉണ്ടാകുന്നത് അവിടെ. ഈ ഞാൻ പറഞ്ഞില്ലേ ചോദിക്കും ചോദിക്കും അങ്ങനെയാണ്. പിന്നെ ഈ കഥ പൂട്ടിയിട്ടേക്ക് ഞാൻ വെച്ച വീട്ടിൽ എനിക്ക് ആ ബെഡ്റൂമിൽ കയറാൻ എനിക്ക് അർഹതയില്ല, പൂട്ടിയിട്ടേക്ക്. പിന്നെ ഞാൻ ചവിട്ടി പൊളിക്കും. നിങ്ങളിപ്പോൾ പറഞ്ഞു കുറേ ആയി പറയണോ കുട്ടികൾ അവിടെ ഉണ്ട്, ഭാര്യ നോക്കണതൊക്കെ. ഈ 10 വർഷമായിട്ട് നിങ്ങൾ അവിടെ പോകാറൊന്നുമില്ല? ഇല്ല, പോകും. ഇടയ്ക്കിടയിൽ പെൻഷൻ വാങ്ങിക്കാൻ പോകുമ്പോൾ എൻ്റെ വീട്ടിൽ പോകും. ശരി. അപ്പം നിങ്ങൾ ഈ കുട്ടികളുടെ അറ്റ്ലീസ്റ്റ് കുട്ടികളുടെ ചെലവിന് നിങ്ങൾ വല്ലതും കൊടുക്കണ്ടോ? കൊടുക്കും. കൊടുക്കും. എൻ്റെ മക്കളുടെ കയ്യിൽ ഞാൻ ഈ പെൻഷൻ കിട്ടുന്നില്ലേ, ഈ പൈസ കൊടുക്കും. ഈ എന്ത് കൊടുത്തെന്ന് പറഞ്ഞാലും ഞാൻ കൊടുത്തതിൻ്റെ ഇത് കഴിവില്ല. മോളുടെ കല്യാണത്തിന് എൻ്റെ മക്കളൊരു മോളുടെ കല്യാണത്തിന് ഞാൻ കുറേ പൈസ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. എൻ്റെ കയ്യിലും ഒരു മോതിരം കൊണ്ട് എല്ലാം കൊടുത്തിട്ട് ATM കിടന്ന് പൈസ എടുത്തു കൊടുത്തിട്ട് എൻ്റെ മോക്ക് വിശ്വാസമില്ല. അപ്പോൾ എൻ്റെ അടുത്ത് ഈ ബുക്കില്ലേ, ബാങ്കിൻ്റെ ബുക്ക്, അത് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ എൻ്റെ മോക്ക്, 2ാമത്തെ മോക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടല്ലോ, അവൾ നേഴ്സിങ്ങിന് പഠിക്കാൻ. അന്നേരം അവൾ പറയുന്നു, അച്ഛൻ ഒരു കാര്യം ചെയ്യുക, ആ ബുക്കും എടുത്തെന്ന്. എന്നുവെച്ചാൽ ഇതിൽ ഞാൻ ATM പിന്നെ അവസാനം ATM ലാസ്റ്റ് പൈസ എടുത്തിട്ട് അതിൻ്റെ ബില്ല് അടിച്ചു വരുമില്ലേ, അത് കാണിച്ചപ്പോൾ എൻ്റെ മോക്ക് വിശ്വാസമായത് വേറെ ഇല്ലെന്ന്. അതുവരെ ഞാൻ അങ്ങനെ എല്ലാ കാര്യവും സഹകരിച്ചു. നിങ്ങളുടെ മൂത്ത മകളുടെ കല്യാണത്തിന് നിങ്ങൾ എന്ത് കൊടുത്തു? എൻ്റെ അടുത്ത് ഉണ്ടായിരുന്ന കൊടുത്തു. അല്ല, എന്ത് കൊടുത്തത് ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്വർണം, ഒരു 3 പവൻ്റെ സ്വർണം. അത് ഞാൻ ജയിലിൽ കിടന്നപ്പോൾ ഞാൻ ഇവിടെ 1 വർഷത്തേക്ക് എന്ന് പറഞ്ഞിട്ട് ഈ നേരങ്ങര അയ്യോബിൽ പണയം വെച്ചിട്ട് അതിനെ 1 വർഷത്തേക്ക് ആ പൈസ എടുത്ത് തന്നെ ബാങ്കിൽ ഇട്ടിരിക്കുകയായിരുന്നു. നമ്മളെ കയ്യിരുന്ന ഇത് സ്വർണ്ണം നഷ്ടപ്പെട്ടു പോകില്ലേ, ആ സമയത്താണ് ഞാൻ അന്നേരം ഞാൻ ജയിലിൽ നിന്ന് കത്തെഴുതി. എന്നുവെച്ചാൽ 1 വർഷമായിട്ട് ഞാൻ പോകുന്നില്ല. 1 വർഷം കഴിഞ്ഞാൽ ഇവർ എന്തോ ഒരു ലേലം ചെയ്യുന്നത്. അപ്പം ഞാൻ ജയിലിൽ നിന്ന് കത്തെഴുതി, ഞാനിങ്ങനെ ജയിലിലായി പോയി, അതുകൊണ്ട് സ്വർണം ഇതാക്കിയേക്കരുതെന്ന് പറഞ്ഞ് ഞാൻ കത്തെഴുതി. അതെല്ലാം ഞാൻ അവിടുത്തെ നമ്പർ തരാം, വിളിച്ചു ചോദിച്ചാൽ അവിടെ പഴയ സ്റ്റാഫുകൾ ഇപ്പോഴും ഉണ്ട്, അവർ പറയും. ഇത് സ്വർണം പിന്നെ എടുത്ത് എൻ്റെ മക്കളുടെ കയ്യിൽ, എൻ്റെ 2ാമത്തെ മോളുടെ കയ്യിലാണ് കൊടുത്തത് ലാസ്റ്റ്. എന്നുവെച്ചാൽ അത് എപ്പോഴും എനിക്ക് കൊണ്ടു നടക്കാൻ പറ്റുന്നില്ല. അങ്ങനെ പെൻഷൻ ഉണ്ടോ? പെൻഷൻ ഉണ്ട്. എന്ത് പെൻഷൻ? 800 രൂപ വികലാംഗ പെൻഷൻ. വികലാംഗ പെൻഷൻ എത്ര കാലം കിട്ടാൻ തുടങ്ങിയിട്ട്? അത് 120 എനിക്ക് ഫസ്റ്റ് കിട്ടുന്നത്. ഓ, അല്ല, എന്ന് മുതൽ കിട്ടാൻ തുടങ്ങി? അത് ഞാൻ പറഞ്ഞില്ലേ, ഈ കാല് തളർന്നതിന് തളർന്നതിന് ഒരു 2 കൊല്ലം 1 കൊല്ലം 2 കൊല്ലം കഴിഞ്ഞ് അന്ന് ഫസ്റ്റ് കിട്ടുന്നത് എനിക്ക് പെൻഷൻ 120 ആദ്യമായിട്ട് കിട്ടുന്നത്. 120 തൊട്ട് ഇപ്പം 800 ആയി. ഇപ്പം 800 കിട്ടുന്നത്. സാർ, അവരുടെ അദ്ദേഹത്തിൻ്റെ വൈഫിനെ കൂടെ വിളിക്കാം. ആ തള്ളേരെ അടുത്ത് എന്നെ ആക്കിയിട്ട് പോയി, ഇട്ടിട്ട് എന്നെ ആക്കിയിട്ട് പോയി. ആ തള്ള എല്ലാം ഞാൻ ഉണ്ടാക്കുന്ന ആഹാരത്തിനെല്ലാം കുറ്റവും പറഞ്ഞ് എനിക്കൊരു മനസ്സമാധാനവും തന്നിട്ടില്ല. എനിക്ക് ആഹാരം പോലും എനിക്ക് തരില്ല. അങ്ങനെയായി ഞാൻ
ഒരുപാട് പ്രാവശ്യം മരിക്കാനൊക്കെ ഞാൻ എല്ലാം ശ്രമിച്ചിട്ടുണ്ട്. എന്നെ ഒരുപാട് അടിക്കുകയും ഉപദ്രവിക്കുകയും എന്നെ ചിരവയെടുത്ത് അടിക്കുകയും എൻ്റെ കാതിൽ കിടന്ന കമ്മലെല്ലാം പറിച്ച് പറിക്കി റോട്ടിലെറിഞ്ഞ് കഴുത്തിൽ കിടന്ന മാലയെല്ലാം എറിഞ്ഞ് എന്നെ ഒരുപാട് തല്ലി. ഞാൻ പള്ളിയിലൊക്കെ ചെന്ന് മെഴുതിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുകയും എല്ലാം ഞാൻ ചെയ്യും. അവിടെ വെച്ച് ഞാൻ ഒരിക്കൽ കിണറ്റി ചാടാൻ പോയി. ഞാൻ ഒരിക്കൽ മണ്ണെണ്ണ തലയിലൊഴിച്ച് എല്ലാം ഞാൻ ചെയ്ത്. എന്തും പറഞ്ഞാ വഴക്കുണ്ടാക്കുന്ന മെയിനായിട്ട് വഴക്കുണ്ടാക്കണത് തിന്നാനും അങ്ങനെ ഒന്നും തരൂല്ല. ചുമ്മാ കാര്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ട് സ്നേഹമായിട്ടിരിക്കുമ്പം സ്നേഹമായിട്ട് ഇതേലെ ഇരിക്കും, അലവിൽ വന്ന് അടിക്കും. പറഞ്ഞ് ചോറെല്ലാം എടുത്ത് തറയിൽ തട്ടി. അന്ന് മുതൽ വീട്ടിൽ പ്രശ്നമായി. പിന്നെ തൊടുന്നതിനും പിടിക്കുന്നതിനും ഒക്കെ വഴക്കും ചീത്തവിളിയും. കിണറ്റിൻ്റെ കരയിൽ ചെന്ന് 2 വീടും അടുത്തടുത്ത വീട്, അതുപോലെയുള്ള വീട്. അപ്പം അവിടെ ചെന്ന് കിടന്ന് ചീത്തവിളിക്ക്. അവൻ്റെ ഭാര്യയ്ക്ക് കോഴിക്കോട് ജോലിയുണ്ട്. പിന്നെ അപ്പോൾ അവളെ ചെന്ന് ഫോൺ വിളിച്ചറിയിച്ച്, പിന്നെ എൻ്റെ ഭാര്യ നിൻ്റെ ഭർത്താവിൻ്റെ കൂടിയാണ്, നീ വേണമെങ്കിൽ മര്യാദ വിലക്ക് എന്നൊക്കെ. തെറ്റോ ശരിയോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോഴും ഞാൻ പറഞ്ഞ് ചാക്കു എടുത്തുകൊണ്ട് നടയിൽ ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞ് ഇനി ഇത് ചെയ്താൽ പിടിപ്പിക്കുന്നത് ഞാനായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. നമുക്ക് പച്ച ഉള്ളതായാലും കുടിച്ചുകൊണ്ട് നമുക്കുള്ളത് നമ്മൾ ഇതുവരെ ജീവിച്ചില്ലേ, അതുപോലെ ജീവിക്കാം. ഇനി പിടിപ്പിക്കണമെങ്കിൽ അത് ഞാനായിരിക്കുമെന്ന് ഞാൻ അവിടെ വെച്ച് ഞാൻ പറഞ്ഞു. അപ്പോഴേ എൻ്റെ 3 മക്കളും ദൈവത്തിന് ഒരാളിനും അറിയാം ഇങ്ങേരിക്കും ഒരിക്കലും മാപ്പ് കിട്ടൂല. യാത് കോടതി ചെന്നാലും ഇങ്ങേരിക്കും ഒരിക്കലും മാപ്പ് കിട്ടൂല. എൻ്റെ കോടതിയിൽ ഇങ്ങനെ ഞാൻ ശിക്ഷിക്കൂല്ലെങ്കിൽ എൻ്റെ പിള്ളേരെ അടുത്തവൻ ചെന്ന് കിടന്നു. എൻ്റെ കൊച്ചിനെ 2 മക്കളെ നീക്കി കിടത്തിയിട്ട് എൻ്റെ മൂത്ത കൊച്ചിൻ്റെ അടുത്ത് അവൻ ചെന്ന് കിടന്നിട്ട് അച്ഛ കഴിച്ച് പോ, ഞാൻ കിടക്കിട്ട് അച്ഛ കഴിച്ച് പെയ്യല്ലാതെ ഞാൻ കിടക്കൂലെന്ന് പറഞ്ഞു. ജീവിതം സാക്ഷി എന്ന ഈ ലോക് അദാലത്ത് വളരെ സുതാര്യവും പണച്ചിലവില്ലാത്തതുമാണ്. ജീവിതം സാക്ഷിയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഞങ്ങളെ എഴുതി അറിയിക്കുക. ഞങ്ങളുടെ വിലാസം: പ്രൊഡ്യൂസർ, ജീവിതം സാക്ഷി, കൈരളി TV, കൈരളി ടവേഴ്സ്, പാളയം, തിരുവനന്തപുരം. പിൻ 695034.